ഇത്രയും ആങ്സൈറ്റി ഉള്ള ഒരാളെ ഒരു വലിയ ക്രൗഡിന്റെ മുമ്പ് നിൽക്കുമ്പോൾ സർവ്വതും മറന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി എവിടെ വരുന്നു എനിക്ക് അറിയത്തില്ല. ഭയങ്കര എൻ്റെ അടുത്ത് ചോദിക്കാൻ, നിങ്ങൾ ആങ്സൈറ്റിയുടെ ആളാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആങ്സൈറ്റി? നിങ്ങൾ ഇത്രയും പേരെ മുന്നിൽ മറ്റേ അടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം, ബാക്ക് സ്റ്റേജിലൊന്ന് വന്ന് കണ്ടാൽ കൃത്യം മനസ്സിലാവും. പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മറ്റേ വയറുവേദന ഉണ്ടോ മറ്റേ ഇത് പ്രശ്നം തോട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു മാജിക്കാണ്. കോൺസേർട്ട്, ഓഡിയൻസിൻ്റെ ഒരു സ്നേഹം, ആ ദിവസത്തിൻ്റെ ഒരു ബ്യൂട്ടി, എന്തോ ഒരു സംഭവമാണ്. ടെക്നിക്കൽ എല്ലാം ടീം വർക്ക്. ഐ ജസ്റ്റ് എൻജോയ് ദ പ്രോസസ്സ്. അതാണ് അതിൻ്റെ സത്യം. ഒരിക്കലും എനിക്ക് സ്റ്റേജിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അഭിനയിക്കേണ്ടി വന്നില്ല, ഞാൻ അഭിനയിക്കാറില്ല. ഞാൻ ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയും, 2 വെള്ളി കിട്ടിയില്ലേ അപ്പം കിട്ടി ചേട്ടാ, കുഴപ്പമില്ല, പൊയ്ക്കോളം. അല്ല, നമുക്കത് മറക്കാമെന്നോ. ഞാനത് സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഐ ട്രൈ ടു, നമ്മളെ ഒരു കുടുംബം പോലെ ആകുന്നൊരു ഫീലാണ്. ഇത്രയും പേര് ഒരു ശബ്ദമായിട്ടും ഓഡിയൻസ് ഫുള്ളായിട്ട് ആ ഒരു സ്നേഹവും നമ്മളുടെ ഇതും കൂടെ നിൽക്കുന്നവരുടെ ഒരു ടുഗെദർനെസ്സും, അങ്ങനെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള അത്രയും മാനസികമായ ഒരു അടുപ്പമുണ്ട് എനിക്ക്, എൻ്റെ കൂടെ പ്ലേ ചെയ്യുന്ന ഓരോരുത്തരും. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളായിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു ടുഗെദർനെസ് ഓഡിയൻസിലേക്ക് നമ്മൾ കൊടുക്കാൻ നോക്കുന്നു. അവരിത് ഇങ്ങോട്ട് തിരിച്ച് തന്നു തുടങ്ങിയാൽ പിന്നെ അതൊരു മേളമാണ്. അതിലെന്ത് തെറ്റ് വന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. ഞാൻ അത് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് അറ്റ് ഓൾ. അന്ന് പ്രശ്നം വന്നു, ശരിയാണ്, ഈ പാട്ട് കുറച്ച് പ്രശ്നമായി, പക്ഷെ ഓഡിയൻസ് നമ്മൾ നിൽക്കുന്നേ, അത് പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. അവർക്കറിയാം, അവർക്കെല്ലാം അറിയാം, ഈ പാട്ടിൽ ഈ പ്രശ്നം വന്നു. പക്ഷെ അവരതല്ല അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അവരാ മൊമെന്റ്, ആ ഒരു എനർജി ലെവലാണ് ആൾക്കാർ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ആ സ്നേഹം ആണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഷോബിസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പം കമോൺ എവരിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടും. ചില ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ പരിഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തെന്ന് ഇഷ്ടം, നമ്മളിവിടെ ഇത്ര എന്തെങ്കിലും ഒന്ന്, അപ്പോൾ ഒരു പേര് കൂടെ ഇറ്റ്സ് ദ വേ ടു സ്പീക്ക് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ യു ഹാവ് ബി പൊളൈറ്റ് ടു എവറിബഡി. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം, മനുഷ്യരല്ലേ. പക്ഷെ പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ടോ, അത്രേ ഉള്ളൂ. ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്ക് ഇന്നൊരു അസ്വസ്ഥതയുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോക്കും, പറയാം, ഒരു കോട്ടയ്ക്ക് നിൽക്കും. അതൊരു ലൈവ് പെർഫോമറിനെ അത് പറഞ്ഞ് ശരിക്കും അത് ഭയങ്കര ഫീലിംഗ് ആണ്. ചില ഷോസിൽ ഇടയ്ക്ക് നിർത്തി ബ്രേക്കൊക്കെ എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. ചുമ്മാ ഞാനങ്ങ് ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരാവേ ചില എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടോ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നത്. അത് തിരിച്ചു വരുമ്പോൾ അത്രയും വാമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ അവനെന്തിനാ, അങ്ങനെയല്ല. അത് നമ്മളാ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ ഒരു പ്യുവറസ്റ്റ് ഒരു സാധനം അങ്ങ് കൊടുക്കുമ്പോൾ അവർക്കത് തരും. അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. ഓഡിയൻസ് ബ്യൂട്ടിഫുള്ളാണ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ. ചിലർ ആദ്യം ഒന്ന് ഇൻഹിബിഷൻസ് ഉണ്ടാവും, ചില ഓഡിയൻസ്. ചിലർ ആദ്യം ഒന്ന് ഇച്ചിരി ടഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലാതെ അവർക്ക് ഫീൽ ചെയ്യാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ലത്. നമ്മളവരെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ റോങ് ഇൻഫ്ലുവൻസസ് ഓഫ് കോഴ്സ്, ഫുൾ ആൽക്കഹോളിക് ആയിട്ടൊരു ക്രൗഡ് വന്നു നിന്നാൽ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നിരിക്കും. ഒത്തിരി അതിന് പോകണം. അതൊക്കെ നമ്മൾ എന്തായാലും അതിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. വേറെ ഇൻഫ്ലുവൻസസ് വന്ന് നിൽക്കുന്നവർ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ചിന്തിക്കുന്നത്. ചിലവർ അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കും, ചിലവർക്കത് അവരുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് മാറും. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അപ്പം തന്നെ പറയാറുമുണ്ട്. അവിടെ ഞാൻ മറക്കി വെക്കാറൊന്നുമില്ല. ചേട്ടാ മോശമാണ് ചേട്ടാ, അത് ഇത് പാടണം എന്നൊക്കെ പറയുന്നതൊക്കെ മോശമല്ലേ. ചേട്ടൻ ആലോചിച്ച് നോക്കുക, അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആസ് ഓഡിയൻസ്. ബാക്കി ഇത്രയും നല്ല ഓഡിയൻസിൻ്റെ പേര് നിങ്ങൾ ഒറ്റൊരാൾ കളയല്ലേ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പിന്നെ ഗിൽറ്റ് അടിച്ചിട്ട് പിന്നെ ശരിയാവും. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ബീങ് പെർഫോമർ ഒരു 10-18 വർഷത്തെ എൻ്റെ അനുഭവത്തിലുണ്ട്.